ഇന്നത്തെ പാചകത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ നല്ല ഒന്നാന്തരം വെളുത്ത കൈപ്പക്ക കുട്ടന്മാരെ ഒന്നാന്തരം പഞ്ചാര കുട്ടന്മാരാക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇന്നത്തെ പാചകം. അതിനായി ഒരു 3 പാവയ്ക്ക എടുത്ത് നല്ല ഒന്നാന്തരമായിട്ട് കഴുകി വൃത്തിയാക്കി കുനുകുന അരിഞ്ഞ് റെഡിയാക്കി എടുത്തു. അതിലോട്ട് വീണ്ടും ഞാൻ കുനുകുന അരിഞ്ഞ് കുറച്ച് ഇഞ്ചിയും ആവശ്യത്തിന് പച്ചമുളകും അതുപോലെ വലിയ ഉള്ളിയും കറിവേപ്പിലയും ആവശ്യത്തിന് തേങ്ങയും എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും എരിവ് അങ്ങോട്ട് പിടിക്കട്ടെ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ കടുക് അങ്ങോട്ട് പൊട്ടിച്ച് ഒച്ച അങ്ങ് കേൾക്കണം. എന്നാൽ അതിനൊരു ഗുമ്മും കൂടിയുള്ളൂ. അതിനുശേഷം ഞാൻ തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് ആ തവി കൊണ്ട് തന്നെ അതങ്ങോട്ട് തട്ടിപ്പൊത്തി മെല്ലെ അങ്ങോട്ട് വെക്കണം. ഇതുണ്ടല്ലോ അടുപ്പിൽ കനലിലാണ് പാചകമെങ്കിൽ ഒന്ന് പറയേ വേണ്ട കേട്ടോ, അസാധ്യ രുചിയായിരിക്കും കേട്ടോ. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് ഗ്യാസിലും പാചകം ചെയ്യാം. ഇത് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ തുറന്നതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിന് കയ്പ്പെന്ന് പറയാൻ പാവയ്ക്ക ആണോ എന്ന് നമുക്ക് സംശയം തോന്നും. അത്ര ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലൊക്കെ പാവയ്ക്ക തോരൻ വെച്ച് കൂട്ടിയവരുണ്ടാകുമല്ലേ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് പറയണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.